ഹലോ, വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. വീട് കാണിക്കാൻ പറ്റുന്നത്ര ക്ലീനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമ്മൾ സാധനമൊക്കെ മാറ്റിയിട്ട് ക്ലീനിങ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസ് ഷോർട്സൊക്കെ എടുക്കാം, എവിടെയെങ്കിലും പറ്റുമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഒന്നും നോക്കണ്ട, ബാക്കിൽ നമ്മുടെ വൈഫ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം 2-3 ആഴ്ചയെങ്കിലും പിടിക്കും നമ്മളെല്ലാം സെറ്റായി വരാൻ. ഇത് വന്നിട്ട് പൊള്ളിയതാട്ടോ, എണ്ണ വീണതാ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. വേണ്ടോ എൻ്റെ കർട്ടൻ, എൻ്റെ സെലക്ഷൻ ആട്ടോ കർട്ടൻ. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കണ്ടോ, നമ്മുടെ കബോർഡ് ഗ്രീനും ബ്ലാക്കും വൈറ്റും, പിന്നെ റൂം വൈറ്റ് ഷെയ്ഡാണ്. അപ്പം അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ എടുത്തതാണ് കർട്ടൻ. വൈറ്റും ബ്ലൂവും ജസ്റ്റ് ഒരു പിസ്ത ഗ്രീനുമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഹൗസ് വാമിങ്ങിന് വന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. കാരണം ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കും വാട്ടർഫോൾ ഫീൽ കിട്ടുന്നുണ്ട്. ബാക്കിലൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്താ എന്ന്. അപ്പോൾ നമ്മൾ ബെഡൊക്കെ കൊണ്ടുവന്നിട്ട് ഫുള്ളി സെറ്റ് ചെയ്തില്ല. നമ്മൾ മറ്റേ ബെഡിൻ്റെ താഴത്തെ ഭാഗമില്ലേ, അതിട്ടിട്ട് അതിൻ്റെ വണ്ടിയിൽ മാട്രസ് ഇട്ടേക്കുവാണ് കേട്ടോ. പിന്നെ ഈ ബെഡ്ഷീറ്റ് ഓർമ്മയുണ്ടോ, പില്ലോ കവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഷോന്ന് മേടിച്ചതാണ്. 400 സംതിങ് അതിൻ്റെ റേറ്റ് വന്നിട്ട്. നല്ല കേട്ടോ, നല്ലൊരു കോംബോ ആണ്. ബെഡ്ഷീറ്റും 2 പില്ലോ കവറും 2 മിനി പില്ലോ ഒക്കെ ആയിട്ട് നല്ല. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഹലോ. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങിക്കോണം കേട്ടോ. ക്ലീനിങ്ങിൽ ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇനിയും സാധനങ്ങൾ എടുക്കുന്നതനുസരിച്ച് വീണ്ടും വീട് വൃത്തികേടായിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഏകദേശം ഒരു 1 മന്ത് അടുപ്പിച്ച് വേണ്ടി വരും നമ്മളെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക്. കാരണം ഒരു സാധനം എടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നു, ഇപ്പുറത്തോട്ട് വയ്ക്കുന്നു, ആ സ്ഥലത്ത് തന്നെ വീണ്ടും സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ ഫുള്ളി ഒരു മെസ് ഫീലാണ്. പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനും ടൈമില്ല, കോളേജൊക്കെ ഉള്ളതുകൊണ്ട് എക്സാമൊക്കെ നടക്കുവാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ പാലിയാച്ചിന് കിട്ടിയ ഫ്രെയിംസാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. ബാക്കി കുറച്ച് പാത്രങ്ങളും നമുക്ക് ഇലക്ട്രിക് കുക്കറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എഗ് ബോയിലറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് കുക്കർ വന്നിട്ട് ചേച്ചി മേടിച്ചു തന്നത് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് നോക്കി, നല്ല സാധനം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് വന്നിട്ട് ഇലക്ട്രിക് കെറ്റിലാണ്. ഇതിൽ എഗ് ബോയിലിങ്ങും ഗ്രില്ലിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ എഗ്ഗൊക്കെ ബോയിൽ ചെയ്തു. ഇത് നമുക്ക് അരുണും സരിജയും കൂടി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അവൾ നേരിട്ട് രാഹുവിൻ്റെ പോലും കൊടുക്കാതെ നേരിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും രാഹുവും കൂടി ഒന്ന് പുറത്തു പോയി ക്ലീനിങ് ഒക്കെ ഏകദേശം ആയതിനു ശേഷം സാധനം മേടിക്കാൻ പോയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിത് ഓറിയോയുടെ ഐസ്ക്രീം 70 രൂപയുടെ സാധനം 60 രൂപയ്ക്ക് കണ്ടു. അങ്ങനെ നമ്മളത് മേടിച്ചു കേട്ടോ. നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണമല്ലോ, എല്ലാ ടേസ്റ്റും എല്ലാ ഫ്ലേവറും നമ്മളറിയണം. അങ്ങനെ നമ്മൾ മേടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. എനിക്ക് ബട്ടർ സ്കോച്ചും പിന്നെ നോർമൽ ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. ഇത് എനിക്ക് അത്ര ഭയങ്കര ഫ്ലേവർഫുള്ളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുഞ്ഞു ജോലികൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവൻ പട്ടിയെ കുളിപ്പിക്കായിരുന്നു കേട്ടോ. നമ്മൾ കുക്കിംഗ് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്തില്ല, കാരണം ക്ലീനിങ്ങിലായിരുന്നു. എനിക്ക് പിന്നെ ക്ലീനിങ്ങിന് കയറി കഴിഞ്ഞാൽ പിന്നെ വിശപ്പും ദാഹമൊന്നുമില്ല, അറിയത്തില്ല സമയം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വൈകിട്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. വൈകിട്ടായില്ല, ഉച്ച മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി കട്ട്ലറ്റ്. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓണിയൻ, ക്യാരറ്റ്, ക്യാബേജ്, നമ്മുടെ ഗാർലിക്ക്, അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം എടുത്തോളൂ. ഇതിനിടയ്ക്ക് ഞാൻ പൊട്ടറ്റോയും നമ്മുടെ ബീട്രൂട്ടും കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറായി വന്ന സമയത്ത് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടാണ് വഴറ്റിയെടുത്തത്. അതിന് ശേഷം അതിനോട്ട് ക്യാരറ്റും ക്യാബേജും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഹെൽത്തി
നമ്മുടെ കട്ട്ലറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ക്യാരറ്റും ക്യാബേജും ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ആ ഒരു പച്ച മണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്നവരെ നമ്മുടെ ഏതിൻ്റെ പൊടികളുടെ എല്ലാം കളറ് മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഞാൻ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുഴുങ്ങിയെടുക്കാൻ വെച്ച പൊട്ടറ്റോയും ബീട്രൂട്ടും കൂടെ ഇട്ട് നന്നായിട്ട് ഉടച്ചെടുത്തു കേട്ടോ. ഉടച്ചെടുത്തതിന് ശേഷം അത് അറിയാമല്ലോ, നമ്മൾ കട്ട്ലറ്റിൻ്റെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കുക, ബ്രെഡ് ക്രംസ് കൊടുക്കുക. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ റസ്ക് ഇല്ലേ, അത് പൊടിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക, റിപ്പീറ്റ്. എന്നിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് ഇന്ന് ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് ഹെൽത്തി ആവാൻ തീരുമാനിച്ചു. എത്ര ദിവസത്തേക്കാണെന്ന് അറിയത്തില്ല. കറണ്ട് ബില്ല് വരുമ്പോഴത്തേക്കും മിക്കവാറും ബോധം കിട്ടി വീഴുന്ന അവസ്ഥയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതവിടെ എയർ ഫ്രയറിലിരുന്ന് ആകുമല്ലോ. ആ ടൈമിൽ ഞാനൊന്ന് ചായ ഇട്ടു. മധുരമൊക്കെ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നേരത്തെ കുറവാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ വീണ്ടും കുറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട്ലറ്റ് ഇങ്ങനെ ആയിട്ടോ വരുന്നത്. ഭയങ്കര ബ്രൗണിഷ് എണ്ണയിട്ട് ഫ്രൈ ചെയ്യുന്ന ആ ഒരു കളർ വന്നാലും ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ. എന്നിട്ട് നമ്മൾ ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് മേടിച്ചിട്ട് വന്നതാണ് സാൻഡ്വിച്ച് ബണ്ണ്. അതൊന്ന് കട്ട് ചെയ്ത് അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. അവരാദ്യം എടുത്ത് കടിച്ചപ്പോഴത്തേക്ക് ചൂടാണെന്ന് അറിയില്ല, നല്ല ചൂടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് വൈകിട്ടായപ്പോഴത്തേക്ക് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സർപ്രൈസായിട്ട് ഒരാൾ കേക്ക് കൊണ്ടുവന്നാട്ടോ എൻ്റെ അമ്മ. അത് കഴിഞ്ഞ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോയി. ഞാനും അമ്മയും അവനും കൂടെ ഒന്ന് പുറത്ത് പോയി കേട്ടോ. ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.